ഹലോ, നിങ്ങൾക്കറിയാമല്ലോ ഇവിടെ നല്ല മഴയും അതുപോലെ തന്നെ മഴയോടനുബന്ധിച്ച് നമ്മുടെ പറമ്പെല്ലാം കാട് കയറി വൃത്തികേടായി കിടക്കുകയാണ്. ഇതിന് മുമ്പാണെങ്കിലോ ചൂട് കാരണം നമുക്ക് ഇരിക്കാൻ വയ്യ, അതുപോലെ തന്നെ പാമ്പിൻ്റെ ശല്യമാണ്. പക്ഷേ ഇപ്പം ദേ നമ്മുടെ പറമ്പും എല്ലാം വൃത്തിയാക്കിയിട്ടു. വൃത്തിയാക്കിയതിന് ശേഷമുള്ളൊരു സീനാണ് നിങ്ങൾ കണ്ടത് കേട്ടോ. ഇനിയും കുറേ ഭാഗങ്ങൾ ക്ലീൻ ചെയ്യാനായിട്ട് കിടപ്പുണ്ട്. നമ്മുടെ അവക്കാഡോയിൽ നിന്ന് കിട്ടിയ അവക്കാഡോസാണിത്. ഇനിയും ഒരുപാടുണ്ട്, പറിക്കാനും നമുക്ക് കഴിക്കാനും വയ്യാത്തതുപോലെ ഉണ്ട്. പക്ഷേ ഒരു കാര്യം, നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ അവക്കാഡോ കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അണ്ണാനൊക്കെ ഇതിൻ്റെ ടേസ്റ്റ് പിടിച്ചു പോയി. നേരത്തെ ഇതൊന്നും അറിയത്തില്ലായിരുന്നു. ആദ്യത്തെ പ്രാവശ്യമൊക്കെ ഇത് കഴിക്കാൻ നേരം അവക്കാഡോ എന്താണെന്ന് പോലും ഇവിടുത്തെ ജീവികൾക്ക്, അതായത് പക്ഷികൾക്കും അറിയത്തില്ലായിരുന്നു, അണ്ണാനും അറിയത്തില്ലായിരുന്നു, ഒന്നിനും അറിയത്തില്ലായിരുന്നു. അന്നേരം നമുക്ക് കിട്ടുന്നതൊക്കെ നല്ല ഫ്രഷ്, നല്ല ഒരു കിളി പോലും കൊത്താത്ത നല്ല അവക്കാഡോസായിരുന്നു. വന്ന് ദേ സകല അണ്ണാനും അവക്കാഡോ മരത്തിൻ്റെ അകത്ത് കയറിയിരുന്ന് കൊത്തി മാന്തി പകുതി തിന്നിട്ട് ഒക്കെയാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ കിളികളെല്ലാം വന്ന് കൊത്തി അതെന്താണെന്ന് ടെസ്റ്റ് ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ പാടുകളും മാർക്കുകളും ഒക്കെ ഉണ്ട്. എന്നിരുന്നാലും നമ്മുടെ മുറ്റത്ത് നിന്ന് കിട്ടുന്ന അവക്കാഡോസിന് നല്ല വിലയല്ലേ. ഇത് നമ്മൾ നട്ടുവെച്ച് നമുക്ക് കിട്ടുന്നതിൻ്റെ അതിൻ്റെ ഒരു സന്തോഷമുണ്ടല്ലോ, നമുക്കിങ്ങനെ പറിച്ചൊക്കെ എടുക്കാനൊരു സംതൃപ്തി ഉണ്ടല്ലോ, അത് ഭയങ്കര വലുതാണ് കേട്ടോ. അത് കാട് പോലെ, അതായത് ഇപ്പം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരു കാട്ടിലൊക്കെ നിൽക്കുന്ന പോലെയൊക്കെ തോന്നും. അതിൽ നിന്ന് കിട്ടുന്നത് നമുക്കില്ല മെഡലൊക്കെ കിട്ടുന്നതാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ ഓരോന്ന് പറിച്ചെടുക്കാൻ നേരം കിട്ടുന്ന ഒരു സന്തോഷം, അത് എത്ര പേർക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ ഒരു ഇതാണ് കേട്ടോ. ഇത് കണ്ടോ, അണ്ണാൻ ഇപ്പം വീണതാണ് കേട്ടോ. ഇപ്പം ഞാനിവിടെ നിൽക്കുക, എൻ്റെ തലയിൽ വീണില്ലെന്നേ ഉള്ളൂ. ജസ്റ്റ് ഇപ്പം അണ്ണാനോ എന്തോ എടുത്ത് കഴിച്ചിട്ട് താഴെ വീണു. പക്ഷെ നല്ല പഴുത്തതാണ് കേട്ടോ, നല്ല പഴുത്ത്, അതിൽ നിന്ന് തന്നെ പഴുത്തിട്ട് വീഴുന്നതാണ്. പിന്നെ ഇത് നല്ല പോലെ വിളഞ്ഞ് കഴിയുമ്പോൾ നമ്മളൊന്ന് കുലുക്കി നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ തേങ്ങ ഇങ്ങനെ കുലുക്കാൻ നേരം അതിൻ്റെ അകത്ത് വെള്ളത്തിൻ്റെ ശബ്ദം കേൾക്കത്തില്ലേ, അതുപോലെ തന്നെ ഇതിൻ്റെ കുരു അകത്തിങ്ങനെ ഷേക്ക് ആവുകയാണെങ്കിൽ നമുക്കറിയാം അത് നല്ല വിളഞ്ഞതാണെന്ന്. അങ്ങനെയാണ് ഈ അവക്കാഡോസിൻ്റെയൊക്കെ നല്ല പാകം നമ്മൾ വിളഞ്ഞതാണോ എന്ന് മനസ്സിലാക്കുന്നത്. ഒന്ന് ഷേക്ക് ചെയ്യാതെ നല്ലപോലെ അതിൻ്റെ കുരു അകത്ത് കിടന്നിങ്ങനെ കുലുങ്ങുവാണെങ്കിൽ നല്ല വിളഞ്ഞ് പാകമായ അവക്കാഡോസാണെന്നറിയാം. ഇത് കണ്ടോ, നമ്മുടെ കസ്റ്റാർഡ് ആപ്പിള്, ഇതിൻ്റെ പേര് വേറെ എന്താണ്ടൊക്കെ ഉണ്ട്, എന്തോ കസ്റ്റാർഡ് ആപ്പിൾ, അത് തന്നെ കുരു ഇട്ട് കിളിച്ച് വന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ അവക്കാഡോസ് ഇപ്പം മഴ ആയതുകൊണ്ട് കാറ്റും ഉള്ളതുകൊണ്ട് തന്നെ എല്ലാം പകുതിയൊക്കെ ഇങ്ങനെ കാറ്റത്താടിയൊക്കെ താഴെ വീഴുകയാണ്. പക്ഷേ അവക്കാഡോസ് ഒത്തിരി നല്ല കേട്ടോ. ഇത് ഞാൻ മെയിനായിട്ടും ചെയ്യുന്ന മിൽക്ക് ഷേക്ക് ഉണ്ടാക്കും, അതുപോലെ തന്നെ അവക്കാഡോ വെച്ച് ഐസ്ക്രീംസ് ഉണ്ടാക്കും. അങ്ങനെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ സീഡ്സ് കൊണ്ട് ഓയിലൊക്കെ വരുന്നുണ്ട്, അവക്കാഡോ സീഡ് ഓയിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഈ കാട് കാണുമ്പോഴാണ് എനിക്ക് പേടി, അതായത് വല്ല മൂർഖനോ അണലിയോ ഒക്കെ ഒളിഞ്ഞിരിക്കുമോ എന്നുള്ളൊരു പേടിയുണ്ട്. പേടിയെന്നല്ല, ഇവിടെ ഉണ്ട് കേട്ടോ. മൂർഖനും ഉണ്ട്, അണലിയും ഉണ്ട്, എല്ലാ വർഗ്ഗത്തിൽപ്പെട്ട പാമ്പുകളും നമ്മുടെ ഈ പ്രത്യേകിച്ച് നാട്ടിലെല്ലായിടത്തും ഉണ്ട്. ഒരു സ്ഥലത്ത് മാത്രമല്ല, നമ്മുടെ കേരളത്തിൽ എല്ലാ സ്ഥലത്തും കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മുടെ ചുറ്റുമുള്ള സ്ഥലങ്ങൾ വൃത്തിയാക്കി പുല്ലും എല്ലാം വെട്ടി മാറ്റുക, അല്ലെങ്കിൽ ഇതെല്ലാം കയറി കടന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ഫ്രണ്ട്സ്, ബൈ ബൈ, സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.